കാലവർഷം കനത്തു. ദേശീയപാതയിലൂടെ വാഹനങ്ങൾ കുതിച്ച് ചീറിപ്പായുന്നവർ ശ്രദ്ധിക്കുക. വെള്ളക്കെട്ടുകളും ശ്രദ്ധിക്കാതെ പോയാൽ വലിയൊരു അപകടത്തിലേക്ക് പോകും. നമ്മളിപ്പോൾ ഉള്ളത് കരിമ്പിൽ KNRCയിൽ നിർമ്മിച്ച ബസ് സ്റ്റോപ്പിൻ്റെ ഇരിക്കണ സീറ്റ് ഉണ്ടല്ലോ അതില്ല സുഹൃത്തുക്കളെ. അപ്പോൾ ഇവിടെ നിന്ന് പൂക്കിപ്പറമ്പ് ആ ഏരിയയിലെ റോഡിലൊക്കെ വെള്ളം ഉണ്ടായിട്ട് അതിൽ കൂടെ വാഹനങ്ങൾ പോകണ ആ വീടാണ് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചത്. ആ നല്ല മഴ ഇതിലെ ആ ടൈമിൽ വാഹനങ്ങൾ പോണ രംഗണ്ട്. അത് കാണിച്ചതാ. ഏതായാലും അതിനൊക്കെ പരിഹാരങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നതാ. ഈ പാലത്തിൻ്റെ അണ്ടർപാസ് ഭാഗത്തൊക്കെ വരുന്നിടത്ത് ഈ സൈഡിൽ ക്രാഷ് വേറെ താനെ അതിനൊക്കെ ഹോൾസ് ഇട്ടിട്ട് അടിഭാഗത്ത് പൈപ്പ് ഇട്ടിട്ടുണ്ട്. ആ പൈപ്പിലൂടെ ഒക്കെ വരുന്ന വെള്ളം കണ്ടുകള് പവർ. ഇന്നൊരു രക്ഷയില്ല കേട്ടോ, ഇന്ന് അത്രക്കും ശക്തമായിട്ടുള്ള മഴ ആയിരുന്നു. അപ്പോൾ ആ മഴക്കൊക്കെ റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും അതുപോലെ ഈ ക്രാഷ് വേരിയൻ്റുള്ള അടിഭാഗത്തേക്കിട്ടുള്ള അണ്ടർപാസിൻ്റെ ഒക്കെ മുകളിൽ നിന്നുള്ള താഴേക്കിട്ടുള്ള ആ ഹോൾസിലൂടെ ഒക്കെ വരുന്ന വെള്ളം ഉണ്ടല്ലോ, അതിൻ്റെ പവർ അതാ ഞങ്ങളെ കാണിക്കാൻ പോകണം. കണ്ടു കേട്ടാ, ഇപ്പോൾ കാണിച്ചാ. കരിമ്പിൽ നിന്നുള്ളൊരു ദൃശ്യട. കരിമ്പിൽ നമ്മുടെ കക്കാട് കരിമ്പിൽ നല്ല കനത്ത മഴ, കാറ്റും മഴ നടലോ. ക്യാമറ വേറാവത് മഴ. മരങ്ങളൊക്കെ ഇങ്ങനെ കാറ്റിന് ഓരോ ഭാഗത്ത് നോക്കി. കനത്ത മഴ. ഇപ്പോൾ കരിമ്പിൽ നിന്നുള്ള ദൃശ്യം പവർ. വീണ്ടും മഴ കനത്തു. ഇരുട്ടിച്ചു. വാഹനം ലേറ്റ് തുടങ്ങിയിട്ടാണ്. വാഹനം ലേറ്റിട്ടാണ് പോകുന്നത്. അത്രയ്ക്ക് ശക്തമായ മഴ. നമ്മൾ ഹുസൈൻ കാക്കാനെ തട്ടുകട ഉസാറായി. ശക്തമായ മഴയിൽ തട്ടുകളിൽ തകൃതിയായ കച്ചവടമാണ് പറയുന്നത്. ബാവാൻ്റെ മില്ല് വർഷങ്ങളോളം പഴക്കമുള്ള, എത്ര വർഷം പഴക്കമുള്ള ബാവാൻ്റെ 40 ഒരു 40 വർഷത്തോളം പഴക്കമുള്ള ബാവാൻ്റെ ഫ്ലോർ മിൽ, റോയൽ ഓയിൽ ഫ്ലോർ മിൽ. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മൾ പൂക്കിപ്പറമ്പ് എന്നുള്ള ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല മഴയാണ്. ഈ വാഹനങ്ങൾ റോഡിലൂടെ കടന്നു പോകുമ്പോൾ എത്രത്തോളം വെള്ളത്തിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്, ആ വെള്ളമൊക്കെ തെറിച്ച് എത്ര ദൂരത്തേക്ക് എത്തുന്നുള്ളത് ഒക്കെ കാണിക്കാതെ മാത്രമല്ല ഇപ്പോൾ അതിനൊക്കെ പരിഹാരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടിഭാഗത്തേക്ക് അണ്ടർപാസ് ആയാലും മറ്റ് ഉയർന്ന ഭാഗങ്ങളിൽ നിന്നൊക്കെ താഴേക്ക് ഓസിട്ടിട്ട് ഓടയിലേക്ക്, അതായത് ഡ്രെയിനേജിലേക്ക് വെള്ളം ഒഴുക്കിവിടുന്ന സംവിധാനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഡ്രെയിനേജ് താങ്ങും എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഈ ഓൾസിട്ട് വെള്ളം അടിഭാഗത്ത് കടന്നു പോകുന്ന വീഡിയോകളൊക്കെ നമുക്കൊന്ന് കാണാം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറയുന്ന പോലെ കരിമ്പിൽ നിന്നുള്ള ഈ ഭാഗത്ത് ഒരു വീഡിയോ കാണിച്ചിട്ട് നേരെ പൂക്കിപ്പറമ്പ്. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ പൂക്കിപ്പറമ്പെത്തി. പൂക്കിപ്പറമ്പിൽ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ റോഡിൽ വെള്ളം കെട്ടിയിട്ട് ടയറൊക്കെ മൂടിയിട്ട് നമ്മൾ കണ്ടിരുന്നു. നല്ല വെള്ളമായിരുന്നു. അതിന് ശേഷം KNRCയിൽ താഴേക്ക് ഓൾസിട്ട് ഓസ് കൂടുതൽ സെറ്റ് ചെയ്തു. അതിന് ശേഷം വളരെ കുറവാണ്. ഇന്നും ഇന്നലെയൊക്കെ ഒരു കനത്ത മഴ ആയതുകൊണ്ട് തന്നെ ഒരു രക്ഷയില്ല. റോട്ടിലൊക്കെ വെള്ളമാണ്. കഴിഞ്ഞ പ്രാവശ്യം അത്ര അല്ല കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ. കാരണം അതിന് ശേഷം പലയിടത്തായിട്ട് ഇപ്പോൾ ചേളാരി, അങ്ങനെ വീക്കേപ്പടി വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗത്തൊക്കെ അവർ ഇങ്ങനത്തെ ഓസ് ഇട്ടത് കൊണ്ട് വളരെ കുറവാണ്. എന്നാലും വാഹനങ്ങൾ പോകുമ്പോൾ കണ്ടില്ല ഞങ്ങൾ പുറത്തേക്ക് തെറിക്കണത്. അത്രക്കും പവറിലാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ തലപ്പാറയിലും നല്ല വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തലപ്പാറയുടെ വർക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇന്നിപ്പോൾ തലപ്പാറ കൂടുതലായിട്ട് വെള്ളം കെട്ടിക്കുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷെ അവിടെയൊക്കെ ഇനി ഓൾസ് താഴേക്ക് ഓൾസിട്ട് പുതിയ പൈപ്പൊക്കെ സെറ്റ് ചെയ്ത് കൂടുതൽ വെക്കുമ്പോൾ ആ വെള്ളം കുറഞ്ഞു കിട്ടും. കാരണം കഴിഞ്ഞതിൽ കൂടുതൽ വെള്ളം കെട്ടി നിന്നൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ വീഡിയോ കാണിക്കുന്നത്.
അപ്പോൾ ഇന്നത്തെ കനത്ത മഴയിലും നല്ല മാറ്റമുണ്ട്. വെള്ളം പെട്ടെന്ന് ഒഴിഞ്ഞു പോകുന്നുണ്ട്. കാരണം നിൽക്കാത്ത മഴയാണ് ഇപ്പോൾ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ സർവീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു വീഡിയോ കാണിച്ചത് എത്രത്തോളമാണ് ഓസ് സെറ്റ് ചെയ്തിട്ടുള്ള ഇങ്ങനെ കൂടുതൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗത്ത് നിന്നുള്ള കണ്ടോ നിങ്ങൾ. അപ്പോൾ 10-30ഓളം ഓസ് ആ ഒരു ഏരിയയിൽ മാത്രം അവർ കണക്ട് ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല ഇന്ന് വീണ്ടും ഇന്നലെയും ഞാൻ പറഞ്ഞതുപോലെ മഴ പെയ്തുകൊണ്ട് തന്നെ വീണ്ടും അവർ ഓൾസ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൈപ്പില്ലാത്ത ഭാഗത്തു കൂടി വെള്ളം ചാടുന്നത് കാണാം. അങ്ങനെ വരുമ്പോൾ ഈ വാഹനങ്ങൾ സർവീസ് കൊണ്ട് കടന്നു പോകുമ്പോൾ അത് വാഹനങ്ങൾ പോകുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നേരെ സെൻട്രൽ ഭാഗത്തൊക്കെയാണ് വരുന്നത്. അപ്പോൾ വാഹനം ഓടിക്കുന്നവർ ദേശീയപാത പുതിയ 6 വരിപ്പാതയിൽ കടന്നു പോകുമ്പോഴും അത് സർവീസ് കൊണ്ട് കടന്നു പോയും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം തുടർച്ചയായിട്ടുള്ള മഴ പെയ്യുമ്പോൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. മുന്നിൽ വാഹനങ്ങൾ ഉണ്ടെങ്കിലേ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വേഗതയിൽ വരുമ്പോൾ അപകടങ്ങൾക്ക് വളരെയധികം കൂടുതലായതുകൊണ്ട് തന്നെ ദേശീയപാതയിലൂടെ വാഹനം ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സർവീസ് റോഡായാലും മെയിൻ റോഡായാലും അതിൻ്റെ അടുത്തെത്തിട്ടോ. അടുത്തെന്നുള്ളത് നോക്കി എന്താ പവർ അറിയോ, വെള്ളം കളി ചാട് നോക്കി. അപ്പോൾ എന്താ പറഞ്ഞാൽ ഇന്നലെ ഇപ്പോൾ ദേശീയപാത വലിയൊരു അപകടം സംഭവിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക, വാഹനം ഓടിക്കുന്നത് പ്രത്യേകിച്ച് റോഡ് ഫ്രീ ആണ് എന്നുള്ളവർക്ക് വളരെ പതുക്കെ വാഹനം ഓടിച്ചു പോരുക. അതാണ് ഏറ്റവും ബെറ്റർ. ഇന്നലെ വലിയൊരു അപകടം സംഭവിച്ചിട്ടുണ്ട്. ഒരു ഫോർ വീൽ വണ്ടി ഇടിച്ച ഒരു വീഡിയോ ഒക്കെ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. അങ്ങനെ പൂക്കിപ്പറമ്പ് ആ ഒരു ഏരിയ കഴിഞ്ഞ് അണ്ടർപാസ് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഈ മാർക്കർ ട്യൂബുലർ മാർക്കർ സെറ്റ് ചെയ്ത ഭാഗമുണ്ടല്ലോ. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ വീഡിയോ കാണിച്ചിരുന്നു. ഇന്നിപ്പോൾ പകുതിയിലേറെ ആ ട്യൂബുലർ മാർക്കറൊക്കെ പൊട്ടിച്ച് പോയിട്ടുണ്ട് കേട്ടോ. വാഹനം ഓടിക്കുന്നപ്പോഴും എങ്ങനെയാണ് കടന്നു പോകുന്നത് അറിയാത്തതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലത്ത് പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കരിമ്പിലേക്ക് വീണ്ടും എത്തി. കരിമ്പിൽ ട്യൂബുലർ മാർക്കർ സെറ്റ് ചെയ്ത ഏരിയ നോക്കി നിങ്ങൾ. അപ്പോൾ കരിമ്പിൽ കഴിഞ്ഞ് നമ്മൾ കക്കാട് എത്തുമ്പോൾ ഈ ഏരിയയിലും വെള്ളം കെട്ടി നിൽക്കുന്ന പ്രശ്നമില്ല. വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എത്ര മഴ പെയ്താലും പ്രശ്നമില്ല. ഇവിടെയൊക്കെ ട്യൂബുലർ മാർക്കർ സെറ്റ് ചെയ്ത് ഇവിടെ ആ പ്രശ്നങ്ങളൊന്നുമില്ല. പൂക്കിപ്പറമ്പ് പോലെ തന്നെ ഇവിടുത്തെ ട്യൂബുലർ മാർക്കർ ഉസ്താദായിട്ട് 2 ഭാഗത്തും നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ കരിമ്പിലെ ഈ ഒരു വീഡിയോ കാണിച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ കനത്ത മഴയിൽ വാഹനം ഓടിച്ച് വരുന്നവർ ശ്രദ്ധിക്കുക. കാരണം ചില ഭാഗങ്ങളിൽ മാത്രം താഴ്ന്നു നിൽക്കുന്ന ഭാഗങ്ങളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. നമ്മൾ വേഗതയിൽ വരുമ്പോൾ വെള്ളം എത്രത്തോളം ഉണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. അപകട സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോൾ പൂക്കിപ്പറമ്പായി ഇരുന്നപ്പോൾ വാഹനങ്ങൾ കുതിച്ചു പോകുന്ന കാഴ്ച കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു റോഡ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.